ലോകത്ത് എന്നാണൊരു ദിനമുണ്ടാവുക? മനുഷ്യൻ മറ്റവൻ്റെ സംസ്കാരങ്ങൾ മാനിച്ച് ഇടകലർന്ന് ജീവിക്കുന്ന കാലം. എന്നെ അവർ നിലത്തിട്ട് ചവിട്ടിയ ശേഷം ഇരുണ്ട ഒരു മുറിയിൽ കൊണ്ടുപോയി ചങ്ങലക്കിട്ടു എന്ന് എഴുതി. ശേഷമുള്ള ഭാഗങ്ങൾ വായിച്ചെടുക്കാനാവാത്തവണ്ണം വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഭാഷയില്ലാത്ത നോവുകൾ എന്ന് എഴുതി അടിവരയിട്ടിരിക്കുന്നു. എൻ്റെ വേദനിക്കുന്ന മുറിവുകൾ. ബീച്ചിൽ വെയിൽ കനത്തു. നല്ലതുപോലെ വിശക്കുന്നുമുണ്ടായിരുന്നു. അവളുടെ ചുവന്ന പൊട്ടിൻ്റെ ഒരരിക് വിയർപ്പുതുള്ളി അടർത്തിയെടുത്തു. കരിമഷിയാകെ പടർന്ന് ക്ഷീണിതയെപ്പോലെ തോന്നിച്ചെങ്കിലും ശ്വാസത്തിൽ നിറയെ ഊർജം പേറുന്ന ഒരു പെണ്ണായി അവൾ എൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്നു. ഞാൻ അവളുടെ വെളുത്ത വയറിൽ അമർത്തിക്കൊണ്ട് ചെവിയിൽ പറഞ്ഞു, നീ എൻ്റെ കടലാണ്. അവൾ കൈകൊണ്ടെൻ്റെ കഴുത്തിലൂടെ വരിഞ്ഞു മുറുക്കി, എടാ കള്ളക്കാറ്റേ എന്ന് വിളിച്ചു. ആകെ ഒരു ചന്ദന സുഗന്ധം. വിയർത്തൊലിച്ച് നിൽക്കുന്ന അവളെ കാണാൻ അതിമനോഹരിയായിരുന്നു. കൊഴിഞ്ഞു കിടക്കുന്ന ചുവന്ന പൂക്കളെ എന്ന വണ്ണം വാരിയെടുത്ത് മുഖമമർത്തി ഉമ്മ വെച്ചാലോ എന്നാഗ്രഹിച്ചു. ബീച്ചിന് വെളിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ടാക്സി പിടിച്ച് എന്നെ ഓഫീസിന് മുന്നിൽ വിട്ടിട്ട് അവൾ പോയി. പടിക്കെട്ട് കയറി ചെല്ലുമ്പോൾ കനകരാജൻ ചെറുക്കൻ എന്നെയും കാത്തെന്ന മട്ടിൽ അരഭിത്തിയിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു, വെളുക്ക ചിരിച്ചുകൊണ്ട്.